കൊല്ലത്തിൻ്റെയും പുനലൂരിൻ്റെയും മുഖമുദ്രയാണ് ഈ തൂക്കുപാലം. ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച ഏഷ്യയിലെ ആദ്യ തൂക്കുപാലം എന്ന സവിശേഷത കൂടി പുനലൂരിലെ ഈ തൂക്കുപാലത്തിനുണ്ട്. പൂർണ്ണമായും ഇതിൻ്റെ തടികൾ, ഇതിൻ്റെ അടിഭാഗം നടപ്പാത അത് പൂർണ്ണമായും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. കാലങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഇത് മാറ്റുന്ന സാഹചര്യമാണുള്ളത്. ഏറ്റവും ഒടുവിൽ 2016 പുതിയ പലക ഇവിടെ അടിക്കുന്നത്. വനംവകുപ്പിൻ്റെ കൂപ്പിൽ നിന്നും പ്രത്യേക തടികൾ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പലക ഇവിടെ അടിക്കുന്നത്. പക്ഷേ 2016 അടിച്ച പല പലകളും തടികളും ദ്രവിച്ച ഒരവസ്ഥയിലാണ്. നമ്മൾ ഈ പാലത്തിൽ തന്നെ കണ്ടോ, ഈ ഭാഗമൊക്കെ ദ്രവിച്ച് ഏറെക്കുറെ പോയൊരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഒരുപക്ഷെ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കാവുന്ന ഇങ്ങനെ പോരാവുന്നൊരവസ്ഥയാണ്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ പലകകൾ, ഈ പലകകൾ ദ്രവിച്ച് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് പല ഭാഗത്തും. ഈ പാലത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ക്യാമറ കുറച്ച് ഇങ്ങോട്ടാക്കിയാൽ ഇവിടെ ഉൾപ്പെടെ ഇത് ദ്രവിച്ച് തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പെട്ടെന്നൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എങ്കിൽ പോലും ഈ 2016 മരപ്പലക എങ്ങനെ ഇത്രയും വർഷം കൊണ്ട് തകരുമെന്നൊരു സംശയം, ആശങ്കയ്ക്ക് വരുന്നുണ്ട്. കാരണം 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ നടത്തി പലക ഉൾപ്പെടെ മാറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ പലകൾ ഒക്കെ ദ്രവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഈ കമ്പികളും, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്, പെയിൻ്റ് അടിച്ച് നിലനിർത്തുന്നതാണ്. പക്ഷേ ഈ കമ്പികൾക്കുള്ളിൽ ഈ പുറത്ത് പെയിൻ്റ് ഉണ്ടെങ്കിലും ഈ കമ്പികൾക്കുള്ളിൽ പല ഭാഗത്തും വലിയ തോതിൽ തുരുമ്പുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിനോദസഞ്ചാര സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ പലകളൊക്കെ തന്നെ ദ്രവിച്ചൊക്കെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ വലിയൊരു അനാസ്ഥയുടെ തെളിവുകൾ ഇവിടെ ഉണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വലിയൊരു അപകടത്തിലേക്കൊക്കെ സാധ്യതയുണ്ട്. ചേട്ടാ, ഇതിങ്ങനെ ദ്രവിച്ചൊക്കെ ഇരിക്കുകയാണ്. ചേട്ടാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുനലൂർ എന്നൊരു നാടുണ്ട് എന്ന് ലോകം അറിയുന്നത് തന്നെ ഈ തൂക്കുപാലത്തിൻ്റെ പേരിലാണ്. എന്നാൽ തൂക്കുപാലത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാണിക്കുന്ന ഒരു അനാസ്ഥ, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയോടുള്ള വലിയ അനാസ്ഥയാണ്. നമുക്കറിയാം, ഈ അവധി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ 100 കണക്കിന് ആൾക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തൂക്കുപാലം കാണുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിലുപരിയായി പുനലൂരുകാരെ സംബന്ധിച്ചിടത്തോളം പുനലൂരുകാർക്ക് ഒരു 10 മിനിറ്റ് ചിലവഴിക്കാൻ ഈ തൂക്കുപാലം അല്ലാതെ മറ്റൊരു സ്ഥലം ഇല്ലാത്തൊരവസ്ഥയും നമുക്കുണ്ട്. അപ്പോൾ ഇത് ഈ 10 വർഷക്കാലമായി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ വരികയും 100 കണക്കിന് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും ചെയ്യുന്നൊരവസ്ഥയിൽ വലിയ ദുരന്തങ്ങൾക്ക് നാളെ ഒരു കാലത്ത് ചിലപ്പോൾ ഇതുമായി സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ പല സ്ഥലങ്ങളും ചെറുതായി ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ ഇത് കൂടും, നശിക്കുന്ന അവസ്ഥ. നിങ്ങൾക്ക് തന്നെ അറിയാം, അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ കൊച്ചു കുട്ടികളടക്കമുള്ള ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിടുകയാണ്. കാരണം അവരുടെ ലോകം, കാരണം ഈ കൈവരിക്ക് താഴെ പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ്. പക്ഷേ ഈ പലക തകരുന്നത് നാളെ ഒരു വലിയ അപകടത്തിന് സാധ്യതയാവുകയും ഈ അപകടം വന്നതിന് ശേഷം അധികാരികൾ ഓടിയെത്തുന്നൊരു സാധ്യത ഉണ്ടാവാതെ ഈ അപകടം നിരന്തരമായി ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവാൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നും, അതിനുപരിയായുള്ള വിഷയം എന്ന് പറയുന്നത് തമ്പകത്തടി എന്ന് പറയുന്ന തടി ഉപയോഗിച്ചാണ് ഇത് നിർമ്മാണം പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, 2016 ഈ തമ്പകത്തടി കൃത്യമായി പാകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 20 വർഷം ഗ്യാരണ്ടിയാണെന്നാണ് പറയുന്നത്. അതിനകത്തും വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടോ എന്നും കൃത്യമായി പരിശോധിക്കപ്പെടണം. അതിനുപരിയായി വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഇത് ഏറ്റവും അടിയന്തരമായി ഇത് പുനർനിർമ്മിക്കുന്നതിനും ഈ പുനലൂരുകാർക്ക് വന്നിരിക്കാൻ ആകെയുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഇത് ഏറ്റവും അടിയന്തരമായി ഇത് പുനർനിർമ്മിച്ച് ആൾക്കാർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രദേശവാസികൾ. കാരണം ഇത് ഈ 2016 ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതും പുനലൂരിൽ ആകെ വലിയ സമരങ്ങൾ നടത്തിയിട്ടാണ്. ഈ വർഷങ്ങളോളം ഇത് ഇങ്ങനെ കടന്ന് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താതെ കടന്നതിന് ശേഷം വലിയ സമരങ്ങൾ നടത്തിയിട്ടാണ് 2016 ഇത് പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത്. വീണ്ടും അത്തരം ഒരു സമരത്തിലേക്ക് പുനലൂരുകാരെ തള്ളിവിടാതെ ഏറ്റവും അടിയന്തരമായി അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഇത്തരം നടപടിയിൽ നിന്ന് അധികാരികൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും തമ്പകത്തടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ ഈ പാത പാകിയിരിക്കുന്നത്. പക്ഷേ ആ തടി ഇങ്ങനെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും 20 വർഷമൊക്കെ ഈട് നിൽക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഈട് നിൽക്കുന്ന തടി എങ്ങനെ ഇത്ര പെട്ടെന്ന് ദ്രവിക്കുന്നു, ഇങ്ങനെ പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊരു ചോദ്യമാണ്. കാരണം ഇതിങ്ങനെ ഓരോ ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണോ, ആ തടിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ വീഴുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ തടിക്ക് എത്രമാത്രം ശേഷിയുണ്ടെന്ന കാര്യം അത് പരിശോധിക്കേണ്ടതാണ്. നിരവധി ആളുകൾ, ഈ പറഞ്ഞ പോലെ 100 കണക്കിന് ആളുകൾ വൈകുന്നേരവും മറ്റും വരുന്നൊരു ഇടമാണ്. ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ്, അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ കൃത്യമായൊരു പരിശോധന ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കൊല്ലത്തുനിന്ന് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ എ വി ജയശങ്കർ.